നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ജനാസ കൊണ്ടുവന്നാൽ, മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി ജനാസ കൊണ്ടുവരപ്പെട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിരുന്നു, ഇയാളുടെ മേൽ വല്ല കടബാധ്യതയുമുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിക്കൂല, നബി മാറി നിൽക്കും. കടമുള്ള വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ മയ്യത്ത് നിസ്കരിച്ചിരുന്നില്ല. സഹാബത്തിനോട് പറയും, നിങ്ങൾ നിസ്കരിച്ചോ, കാരണം നബിക്ക് നിസ്കരിക്കാൻ ഓർഡറില്ല. ആ വിഷയത്തിന്റെ ഗൗരവമാണ് പഠിപ്പിക്കുന്നത്. നബി തങ്ങൾ നിസ്കരിക്കാതെ മാറി നിൽക്കും, സഹാബിമാരോട് നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കും. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരിക്കൽ ഉണ്ടായൊരു സംഭവം നോക്കൂ നിങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾക്ക് വേണ്ടി നിസ്കരിക്കാതെ മാറി നിന്നു. അയാൾ 2 ദീനാറാണ് അയാൾക്ക് കടം. 2 ദീനാർ, 2 സ്വർണ്ണ നാണയം കടമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുവരപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിക്കാതെ മാറി നിന്നപ്പോൾ സദസ്സിലുണ്ടായിരുന്ന മഹാനായ സ്വഹാബി അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹു അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയെ നിങ്ങൾ നിസ്കരിക്കണം, ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കടം ഞാൻ ഇതാ ഏറ്റെടുത്തിരിക്കുന്നു. ഉറപ്പിച്ചോളൂ നബിയെ, ഞാൻ ഏറ്റു, നിങ്ങൾ നിസ്കരിച്ചോളൂ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഫലമാ റആഹു മിനൽ ഗദി, പിറ്റേന്ന് റസൂലുള്ള അബൂ ഖത്താദനെ കണ്ടപ്പോൾ ചോദിക്കാണ്, എന്താ ഈ ആ കടം വീട്ടിയോ? അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖദ് ഖളൈതുഹാ, ഞാനത് വീട്ടിയിട്ടുണ്ട് നബിയേ, ഇതാ ഇന്ന് ഞാനത് വീട്ടിയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആന ബറദത് അലൈഹി ജിൽദുഹു, ഇപ്പോഴാണ് അയാളുടെ ശരീരം തണുത്തത് എന്ന് പറഞ്ഞാൽ അയാൾ നരകാവകാശിയാകുന്ന അവസ്ഥയില്ലെന്ന് അയാൾ ഇപ്പോഴാണ് മോചിതനായത്. അത്ര ഗൗരവമാണ്. അപ്പൊ ഇതറിയുന്ന ഒരാൾ ഇനി അനാവശ്യത്തിന് കടം വാങ്ങുമോ? അതിനാണത് പറയുന്നത്. അത്യാവശ്യത്തിനല്ലാതെ കടം വാങ്ങരുത്. കാരണം മരിച്ചുപോയി കഴിഞ്ഞാൽ ആ നിലക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണത്. സ്വർഗപ്രവേശനത്തിന് അത് തടസ്സമായി മാറും.